കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ. ദേഷ്യത്തിൽ കയ്യും കെട്ടി തനിക്ക് നേരെ തിരിഞ്ഞു നിന്നവളുടെ ആ നോട്ടത്തിൽ വിഷ്ണു പതറിപ്പോയി. അത് പിന്നെ നീ പോവണ്ട. താൻ പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ അവൾ തന്നെ വിട്ടു പോവുകയാണെന്നുള്ള ഭയത്തിൽ അവൻ അവളുടെ കയ്യിൽ പിന്നെയും കയറി പിടിച്ചു. എങ്ങും പോകുന്നില്ല, ആദ്യം ഞാൻ ആ ഫോൺ ഒന്ന് എടുത്തോട്ടെ. പറയുന്നതിന്റെ ഒപ്പം തന്നെ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടുപോയി ഫോൺ എടുക്കുമ്പോൾ അച്ഛനാണ്. ആ അച്ഛാ, എത്തി, കഴിച്ചു. വിഷ്ണുവേട്ടൻ വരുന്ന വഴിക്ക് വാങ്ങിത്തന്നതാണ്. അത് കേട്ടതും അവന്റെ കണ്ണൊന്നും മിഴിഞ്ഞു. അപ്പോ തന്റെ അടുക്കലേക്കാണ് വരുന്നതെന്ന് അവൾ വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നത്? ഒരു നിമിഷത്തേക്കെങ്കിലും മറ്റെന്തോ ചിന്തിച്ചതിന് അവന് സ്വയം അവജ്ഞ തോന്നി. ആ ഉണ്ട്, കൊടുക്കാം. പറഞ്ഞുകൊണ്ട് അവൾ മൊബൈല് അവന് നേരെ നീട്ടി. അച്ഛന് സംസാരിക്കണമെന്ന്. ഫോൺ വാങ്ങാതെ നിന്നവന്റെ കയ്യിലേക്ക് അത് ബലത്തിൽ പിടിച്ചു കൊടുത്തുകൊണ്ട് പറയുമ്പോൾ അവന്റെ കൈയും കാലും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഹലോ. ഫോണിനപ്പുറം ഇപ്പോഴും ആളുണ്ടെന്ന് നോക്കിക്കൊണ്ടവൻ വിളിക്കുമ്പോൾ അവന്റെ ആ സ്വരം വിറച്ചു. വിഷ്ണു? അതെ. മോൾക്ക് ആമ്പലിനെ കണ്ടേ പറ്റൂ എന്ന് ഒരേ നിർബന്ധം കൊണ്ടാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങോട്ട് തിരിക്കുമോ? ഉവ്. ആ, ഒരു കാര്യം അവൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ഒരു മറുപടിയായിട്ടാണ് ആ പറഞ്ഞത്. ആ പിന്നെ വിഷ്ണു, എന്തോ പറയാൻ വന്ന രമേശൻ ഒന്ന് വെക്കി. പറഞ്ഞു അച്ഛാ. അവന്റെ ആ അച്ചാവിളിയിൽ അയാളുടെ മുഖം തെളിഞ്ഞു. എന്റെ മോൾക്ക് വിഷ്ണു അവളുടെ കൂട്ടുകാരുടെ ചേട്ടൻ മാത്രമല്ല എന്ന കാര്യം വിഷ്ണുവിനറിയാമോ? അങ്ങനെയൊരു ചോദ്യം പ്രതീക്ഷിക്കാത്ത സമയത്തായതുകൊണ്ട് തന്നെ വിഷ്ണു ഞെട്ടിപ്പോയി. എന്താച്ചാ? നോക്ക് വിഷ്ണു, എനിക്ക് കാര്യങ്ങൾ നീട്ടി വലിച്ചൊന്നും സംസാരിക്കാൻ അറിയില്ല. കഴിഞ്ഞ ദിവസം ഇവളുടെ ചേട്ടനൊരു ആലോചന വന്ന നേരത്ത് ഇവളുടെ ജാതകം കൂടി അവൾ കൊണ്ടുപോയി നോക്കിയിരുന്നു. അപ്പോഴാ അറിയുന്നത് ഈ 6 മാസക്കാലം അവൾക്ക് കല്യാണയോഗമാണെന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ 25 26 വയസ്സിലേ ഉള്ളെന്ന്. അമ്മമാരല്ലേ, പേടിച്ചിട്ട് ഇപ്പോൾ തന്നെ അവളുടെ കല്യാണം നടത്താനുള്ള ബഹളം തുടങ്ങി. അല്ലെങ്കിൽ പിന്നെ പഠിക്കുന്നിടത്തം കാണാൻ വല്ല ആമ്പിള്ളേരെയും വിളിച്ചുകൊണ്ട് വന്ന് കെട്ടിച്ചു കൊടുക്കേണ്ടി വരുമോന്നായിരുന്നു പേടി. ഇവിടെ ഞാനും അവളുടെ ഏട്ടനുമൊക്കെ അവക്ക് ജോലി കിട്ടിയിട്ട് പറ്റുന്ന സമയത്ത് കല്യാണം മതിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭാര്യ സമ്മതിക്കുന്നില്ല. ആ കാര്യം മോളോട് അവൾ സംസാരിച്ചപ്പോഴാ അവൾ എടുത്ത വായിലെ പറയുന്നത് 25-ാമത്തെ വയസ്സുവരെ അവളുടെ വിഷ്ണുവേട്ടൻ അവൾക്ക് വേണ്ടി കാത്തിരുന്നോളൂ എന്ന്. വിഷ്ണു ഞെട്ടി മുന്നിൽ നിൽക്കുന്നവളെ നോക്കി. ആദ്യം കേട്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ഷോക്കായിരുന്നു. പക്ഷെ എല്ലാ കാര്യങ്ങളും തുറന്നു സംസാരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ എന്റെ 2 മക്കളെയും വളർത്തിയത്. അവര് ചെയ്യുന്നത് തെറ്റായാലും ശരിയായാലും എന്നോട് വന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഇന്നുമുണ്ട്. അതുകൊണ്ടാകും എന്റെ മോള് പേടിക്കാതെ അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്. ഞാൻ അതിനെപ്പറ്റി തന്നോട് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ തന്നെയാ പറഞ്ഞത് അവൾ നേരിട്ട് തന്നെ കണ്ട് സംസാരിച്ചോളാമെന്ന്. കാര്യം 19 വയസ്സേ ഉള്ളെങ്കിലും അത്യാവശ്യം വകതിരിവോടെയൊക്കെയാണ് ഞാൻ അവളെ വളർത്തിയെന്ന് തോന്നുന്നു. അത് പറയുമ്പോൾ രമേശന്റെ ചിരിയിൽ വിഷ്ണു മുന്നിൽ നിൽക്കുന്നവളെ ഒന്നുകൂടൊന്ന് നോക്കി. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല വിഷ്ണു. വിഷ്ണുവിനും എന്റെ മോളുടെ കാര്യത്തിൽ ഒരു താല്പര്യമുണ്ടെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം. നാളും ജാതകമൊന്നും എനിക്കും മോക്കും പ്രശ്നമില്ല. പക്ഷെ ഇവളുടെ അമ്മയ്ക്ക് ഇതിനകത്തൊക്കെ ഭയങ്കര വിശ്വാസമുള്ളതുകൊണ്ട് നമുക്കതൊന്ന് നോക്കണം. അച്ഛാ, അതെനിക്കിപ്പോ ഒരു പ്രൈവറ്റ് ഫേമിലാണ് ജോലി. അവൻ മെല്ലെ പറഞ്ഞു നിർത്തി. PSCയുടെ 3-4 റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടെന്നൊക്കെ എനിക്കറിയാം. അത് കിട്ടുന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോ ഉള്ളത്. പിന്നെ ജോലിയിലൊന്നും വലിയ കാര്യമില്ലടോ. എനിക്ക് കൂലിപ്പണിയും കൃഷിപ്പണിയുമാണ്. എന്ത് പണിയെടുത്താലും നല്ല അന്തസ്സായി കുടുംബം നോക്കി ഭാര്യയും മകളെയും ഒക്കെ അവർ അർഹിക്കുന്ന ബഹുമാനം നൽകുന്നതിലാ കാര്യം. അത് തനിക്കുണ്ടെന്നാണ് എന്റെ വിശ്വാസം. വിഷ്ണുവിന്റെ മുഖം തെളിഞ്ഞു. വളരെ വ്യക്തമായി കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ രമേശിനോട് തോന്നിയ ബഹുമാനം അയാളുടെ വാക്കുകളിലൂടെയും കൂടി അത് കൂടുകയാണ് ചെയ്തത്. പിന്നെ എല്ലാത്തിനും മുകളിൽ ഒരു കാര്യം, എന്തായാലും ഈ 6 മാസത്തിന്റെ ഇടയ്ക്കൊന്നും ഞാൻ എന്റെ മകളെ പിടിച്ച് കെട്ടിക്കില്ല. അവള് സ്വന്തമായി ഒരു ജോലി നേടിയെടുത്ത് സ്വന്തം കാലിൽ നിൽക്കുകയാണെന്ന് പൂർണ്ണ ബോധ്യമായിട്ടേ ഞാൻ ഈ കല്യാണം നടത്തുകയുള്ളൂ. അത് വിഷ്ണുവിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ വിഷ്ണു ഫാമിലിയും കൂട്ടി ഒന്ന് വീട്ടിലേക്ക് ഇറങ്ങാം. നമുക്കൊന്ന് വാക്കാൽ ഉറപ്പിച്ചു വെക്കാടോ. എന്തായാലും ആലോചിച്ചൊരു തീരുമാനം എത്രയും വേഗം പറയണം. പറയാ അച്ഛാ. നേരെ ഇടുന്നു. കൂടുതൽ താമസിക്കുന്നതിന് മുന്നേ താൻ മോളെ കൊണ്ട് ചെന്ന് ആക്കില്ലേ? എത്രയൊക്കെ ആയാലും അച്ഛനല്ലേ. ആ മനസ്സിന്റെ പേടി അവൻ അതിൽ നിന്ന് തന്നെ അറിയാമായിരുന്നു. ഇവിടുന്ന് 1.5 മണിക്കൂർ യാത്രയുണ്ട് അച്ഛാ. അവിടെ എത്തിയിട്ട് ഞാൻ വിളിക്കാം. ഓ, ഓക്കെ. അദ്ദേഹം ഫോൺ വെച്ചതും അവൻ നോക്കുമ്പോൾ കാണുന്നത് കയ്യും കെട്ടി കട്ടിലിൽ ചാരി നിൽക്കുന്നവളെയാണ്. അവൾക്കടുത്തേക്ക് നടന്നവളെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയതും അവളുടെ കയ്യിലൊരു തട്ട് വെച്ചു കൊടുത്ത് പിണങ്ങി മാറി നിന്നു. അവളുടെ ആ പിണക്കം കണ്ട് മുഖം വിടർന്നവൻ ഇത്തിരി ബിലത്തിൽ പെണ്ണിനെ പിടിച്ച് തനിക്ക് നേരെ നിർത്തി.
അവന്റെ ആ ചിരി ഇഷ്ടപ്പെടാത്ത പോലെ അവള് പുരിക ഉയർത്തി. എങ്കിലേ എന്നോട് പറ. ആടിക്കുഴഞ്ഞുകൊണ്ടുള്ള അവന്റെ മോഹൻലാൽ സ്റ്റൈൽ സംസാരം കേട്ടതും അതുവരെ പിടിച്ചു വെച്ച ദേഷ്യമെല്ലാം വിട്ട് അവൾ അറിയാതെ ഉറക്കെ ചിരിച്ചുപോയി. എന്ത്? ഐ ലവ് യുന്ന്? അവളുടെ രണ്ട് കവളും ചുംബിച്ചുകൊണ്ടുള്ള അവന്റെ ആ മറുപടി കേട്ടതും പെണ്ണ് ഉറക്കെ ചിരിച്ചുപോയി. പറയില്ല. എന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നതിന് മുന്നേ അവൾക്ക് പോയി അവിടെ അച്ഛനോടും അമ്മയോടും ചേട്ടനോടും ഒക്കെ പറയാൻ പറ്റുമായിരുന്നു. എന്നിട്ട് ഞാനൊരു ഐ ലവ് യു ചോദിച്ചപ്പോ നിനക്ക് പറയാൻ വയ്യ അല്ലേടി? അവളെ കെട്ടിപ്പിടിച്ച് ഇക്കിളി ഇട്ടുകൊണ്ട് അവൻ ചോദിച്ചതും പെണ്ണ് അവന്റെ കയ്യിൽ കിടന്ന് പുളഞ്ഞു. പ്ലീസ് പ്ലീസ് നിർത്ത്, വയ്യ, പ്ലീസ് വിഷ്ണുവേട്ടാ. പെണ്ണ് അവനെ തള്ളി മാറ്റി നോക്കിക്കൊണ്ട് കട്ടിലിൽ കൂന്നിക്കൂടി വയറും കയ്യിൽ വെച്ച് കമന്നു കിടന്നു. എങ്കിൽ പറയ് ഐ ലവ് യുന്ന്. പറയില്ല. ആദ്യം വിഷ്ണുവേട്ടൻ പറയ്. തന്റെ മേലേക്ക് കിടക്കുന്നവനെ തള്ളി മാറ്റി പെണ്ണ് വാശി കാണിച്ചതും അവൻ അവളുടെ ഇരു കൈകളും പൊക്കി മുകളിൽ വെച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ അമർത്തി ചുംബിച്ചു. അവളുടെ ശരീരമാകെ പടർന്ന് വിറയലറിഞ്ഞിട്ടും അകന്നു മാറാതെ വിഷ്ണു മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കി. പിന്നെ ആ പിടയ്ക്കുന്ന മിഴികളിൽ ഒന്ന് അമർത്തി ചുംബിച്ചു. ഇഷ്ടാ എനിക്ക് ഈ അഹങ്കാരിയെ. കാറ്റുപോലെ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ മുഖം മുഴുവനും ചുംബിച്ചു ചുവപ്പിച്ചു. ഞാൻ അഹങ്കാരിയാ? ആ പ്രണയച്ചൂടിലും അവളിൽ പരിഭവം നിറഞ്ഞു. അഹങ്കാരിയാ, ഈ വിഷ്ണുവിന്റെ മാത്രം അഹങ്കാരി. ഇതിപ്പോ കടലും കടന്ന് നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് നേരം എത്രയായി ഹരേ? അച്ഛൻ എന്നെയും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും പരീക്ഷ എങ്ങനെയുണ്ടെന്നറിയാൻ. ഇന്നായിരുന്നു അമലുവിന്റെ എൻട്രൻസ് എക്സാമിന്റെ ലാസ്റ്റ് ദിവസം. എയിംസും കേരളയും മാത്രമേ അവൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. കേരളം മാത്രം മതിയെന്ന് പറഞ്ഞ് വാശി പിടിച്ചവളെ നിർബന്ധിച്ചാണ് ഹരൻ എയിംസും കൂടി എഴുതിപ്പിച്ചത്. കഴിഞ്ഞ 3 മാസത്തെ രണ്ടുപേരുടെയും കഷ്ടപ്പാടിന്റെ ഉറക്കമുളച്ചതിന്റെയൊക്കെ അവസാനം ദിവസം. ഹരേ, ചോദിച്ചതിന് അവന്റെ ഭാഗത്തുനിന്നും മറുപടിയൊന്നും ഇല്ലെന്ന് കണ്ടതും പെണ്ണവനെ കുലുക്കി വിളിച്ചു. ഈ അടുത്ത് ഇങ്ങനെയാണ് ആ വിളി. അവനും എന്തോ അത് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ കുഞ്ഞെ, അതിനല്ലടി ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ എക്സാം പൊളിച്ചു എന്ന് അച്ഛനോട് വിളിച്ചു പറഞ്ഞത്. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ പിന്നെയും കടലിലേക്ക് നോക്കി. അത് ഫോണിലൂടെ അല്ലേ പറഞ്ഞത്? എന്നാലും നേരിട്ടറിയാൻ അച്ഛൻ ആഗ്രഹം കാണില്ലേ? പെണ്ണിന്റെ ചുണ്ടൊന്ന് കൂർത്തു. പെങ്കൊച്ചെ, ഇങ്ങനെ ചുണ്ടൻ കൂർപ്പിച്ചുകൊണ്ടിരുന്നാൽ ഞാനൊരു അധ്യാപകനാണെന്ന് പറഞ്ഞിട്ട് വല്ല നല്ല ഒന്നാന്തരം കാമുകനാവും. അതുകൊണ്ട് അടങ്ങിയിരിക്കടി. അവളെ ചൊടിപ്പിക്കുന്ന പോലെ പറഞ്ഞുകൊണ്ടവൻ ഒരു കള്ളച്ചിരിയോടെ മുഖം മാറ്റി. അത് കണ്ടതും പെണ്ണിന്റെ പരിഭവം പൂർണ്ണമായി. നോക്കിക്കോ, ഞാൻ മിണ്ടില്ല. പിണങ്ങിക്കൊണ്ടവൾ തിരിയാൻ പോയതും അവൻ അവളെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് അടുത്തിരുത്തി. എന്റെ പൊന്നു കുഞ്ഞെ, നിന്റെ അച്ഛൻ കാത്തിരിക്കുന്നത് ഇന്നത്തെ ഈ സംഭവത്തിനൊന്നുമല്ല. മറിച്ച് നീ ഒരു ഡോക്ടറിന്റെ ഡിഗ്രിയുമായി ആളുടെ അടുക്കലേക്ക് ഓടി വരുന്ന രംഗത്തിനാണ്. സോ എന്റെ പൊന്നു കുഞ്ഞ് കടല് കാണാൻ നോക്ക്. ഇത്രയും ദിവസം കടല് കണ്ടിട്ടില്ല, കൊണ്ടുവന്ന് കാണിക്കണമെന്ന് പറഞ്ഞായിരുന്നു വാശി. ഇതിപ്പോ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അവക്ക് അച്ഛനെ കാണാനാണ് വാശി. വര വര നീ ரொம்ப വാശിക്കാരിയാവത് പൊണ്ടാട്ടി. അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് ചെക്കൻ കളിയാക്കിയതും അവൾ അവന്റെ ചൂണ്ടുവിരൽ പിടിച്ച് അമർത്തി കടിച്ചു. ഫോൺ സൈഡിലേക്ക് വെച്ചുകൊണ്ട് അശോകൻ കസേരയിലേക്കിരുന്നു. മാഷും ടീച്ചറുമേ നല്ല ടെൻഷനോടെയാണ് അശോകനെ നോക്കുന്നത്. അവരുടെ മുഖത്തെ വെപ്രാളം അറിഞ്ഞ പോലെ അശോകൻ അവരെ രണ്ടുപേരെ നോക്കി ചിരിച്ചു. മാഷും ടീച്ചറും വീട്ടിലേക്ക് പൊക്കോ. ഇത് ഞാൻ സംസാരിച്ചിട്ട് തിരികെ കടയിലേക്ക് പോകും. അപ്പുറത്തെ സുമിത്തിനോട് കടയൊന്നും നോക്കാൻ പറഞ്ഞിട്ടാ ഇറങ്ങിയത്. അതുകൊണ്ട് അധിക നേരമൊന്നും എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല. മാഷിലും ടീച്ചറിലും അധികം മുന്നിൽ ഇരിക്കുന്നവരെ അറിയുകയായിരുന്നു അശോകന്റെ ഉദ്ദേശം. അശോകനെ ഒന്ന് നോക്കി അവർ രണ്ടുപേരും വീട്ടിൽ നിന്നിറങ്ങിയതും അശോകൻ മുന്നിലിരിക്കുന്നവരെ നോക്കി. ആരാണ്? എനിക്ക് മനസ്സിലായില്ല. അശോകേട്ടാ? അങ്ങനെ ഒരു ചോദ്യം ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്നവൾ ഞെട്ടിപ്പോയി. കാണുമ്പോൾ ചിലപ്പോൾ ദേഷ്യപ്പെടുമെന്നും എന്തെങ്കിലുമൊക്കെ പറയുമെന്നും ഒക്കെ കരുതിയെങ്കിലും ഒരു പരിചയമില്ലാത്ത പോലെ ഇങ്ങനെ ചോദിക്കുമെന്ന് മഞ്ജു ഒരിക്കലും കരുതിയില്ല. എനിക്കധിക സമയമില്ല, കടയിൽ പോകണം. വന്ന കാര്യം പറഞ്ഞിട്ട് പോകാൻ നോക്കൂ. അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും അവരെ എത്രയും പെട്ടെന്ന് പറഞ്ഞുവിടാനുള്ളൊരു ത്വരയുണ്ടായിരുന്നു. അശോകൻ എന്താ ആളെ കളിയാക്കുവാന്നോ? മനസ്സിലായില്ല. മഞ്ജുവിന്റെ ഒപ്പം വന്ന ആങ്ങളുടെ മുഖത്ത് നോക്കി അശോകൻ ചോദിച്ചു. കാര്യം ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുപറ്റി എന്ന് വെച്ച് ചേച്ചിയെ അറിയത്തേയില്ലെന്ന ഭാവത്തിൽ സംസാരിക്കാനൊന്നും പറ്റില്ല. മുഷിഞ്ഞ പോലെയുള്ള മഹേഷിന്റെ സംസാരത്തിൽ അശോകന്റെ ചുണ്ടൊന്ന് കൂടി. ഇനി ഞാനെങ്ങനെ സംസാരിക്കണമെന്നും നീ തീരുമാനിക്കുമോ? നോക്കളിയ, വന്നതും പോയതും എല്ലാം അങ്ങോട്ട് ക്ഷമിച്ച് നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒത്തുപോകാൻ നോക്ക്. അതല്ലാതെ രണ്ടുപേരും രണ്ടു ഭാഗത്ത് നിൽക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല.
ഒന്നുമല്ലെങ്കിൽ വീട്ടിലൊരു പെങ്കൊച്ചുള്ള കാര്യം അളിയൻ ഓർക്കണം. അതുകൊണ്ട് അവൾക്ക് വേണ്ടിയെങ്കിലും അളിയൻ മനസ്സിലുള്ളതൊക്കെ കളഞ്ഞിട്ട് ഇവിടെ നിർത്തിക്കോണം. സൗകര്യമില്ല. ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അശോകൻ എഴുന്നേറ്റു. അത് അളിയൻ ഒറ്റയ്ക്കങ്ങ് തീരുമാനിച്ചാൽ മതിയോ? മതി. പറ്റില്ല. ഇപ്പോഴും നിയമം കൊണ്ട് ചേച്ചി അളിയന്റെ ഭാര്യയാണ്. വാദിച്ച് ജയിക്കാനെന്ന പോലെ മഹേഷും ഒപ്പത്തിനൊപ്പം നിന്നതും അശോകൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. നീ പറഞ്ഞ നേരാ. നിയമം കൊണ്ട് ഒരു പക്ഷെ ഇവളെന്റെ ഭാര്യയായിരിക്കും. പക്ഷേ കർമ്മം കൊണ്ട് ഇവളെന്റെ ഭാര്യയാണോ മഹേഷേ? മഹേഷിന്റെ മുഖത്ത് നോക്കിയുള്ള ചോദ്യത്തിൽ അയാളൊന്ന് പതറി. ആ ചോദ്യം മഹേഷിന് മാത്രമല്ല മഞ്ജുവിന് നല്ലോണം കൊണ്ടു. വിളറി വെളുത്ത പോലെയുള്ള രണ്ടുപേരുടെയും മുഖം കണ്ടതും മഞ്ജുവിന്റെ നാത്തൂനത് നല്ലോണം ഇഷ്ടപ്പെട്ടു. ചേച്ചിയെ അളിയനെ ഒരുപ്പിക്കണം. എത്ര കാലമാണ് ചേച്ചി തങ്ങളുടെ ചെലവിൽ ഈ വീട്ടിൽ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കാവടി തുള്ളി ഇറങ്ങിയ മഹേഷിനോട് നേരെ ചൊവ്വെ കാവ്യ പറഞ്ഞതാണ് രണ്ടുപേരും കൂടി ഓടിപ്പിടിച്ചു വന്നാലൊന്നും അശോകേട്ടൻ ക്ഷമിക്കില്ലെന്ന്. അപ്പോ ആദ്യമൊന്ന് വഴക്ക് പറഞ്ഞാലും അശോകേട്ടൻ ചേട്ടനല്ലേ ക്ഷമിച്ചോളും എന്ന് ഭാര്യയ്ക്ക് ഒടുക്കത്തെ വിശ്വാസം. പെങ്ങളുടെ ആ വിശ്വാസം കണ്ടപ്പോൾ ആങ്ങളയ്ക്കും അതിൽ വിശ്വാസം. എങ്കിൽ പിന്നെ രണ്ടിന്റെയും കൊമ്പൊടിയുന്നത് ഒന്ന് നേരിൽ കാണാമല്ലോ എന്ന് കരുതിയിട്ടാണ് കാവ്യയും അവർക്കൊപ്പം ഇറങ്ങി തിരിച്ചത്. കല്യാണം കഴിഞ്ഞു വന്ന സമയത്ത് മഞ്ജു ആവതും നാത്തൂൻ പുരക്കെ എടുക്കാൻ വേണ്ടി മാത്രം വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ട്. ആ സമയത്ത് മഹേഷിനും അമ്മയും പെങ്ങളും പറയുന്നതായിരുന്നു വേദവാക്യം. അങ്ങനെ ഒരു ദിവസം തന്റെ കണ്ണുനീര് കണ്ടുവന്ന അശോകൻ ചേട്ടൻ പിന്നെ മഞ്ജുവിനെ എന്തെങ്കിലും വിശേഷത്തിനല്ലാതെ വീട്ടിലേക്ക് വിടുകയില്ലായിരുന്നു. ആ ഒരു സ്നേഹം മനസ്സിലുണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വയ്യാത്ത അവസ്ഥയിൽ ഇട്ടിട്ട് വന്ന നാത്തൂനെ ഇപ്പോൾ താൻ പെടാപ്പാട് പെടുത്തുന്നത്. ഒപ്പം മഹേഷും ഇപ്പോ പഴയ മഹേഷ് അല്ല. എന്ത് കാര്യത്തിനും താൻ പറയുന്നതാണ് അവസാന വാക്ക്. അതുകൊണ്ട് തന്നെ പെങ്ങളെ താൻ ദ്രോഹിക്കുന്നു എന്നറിഞ്ഞിട്ടും ചിലപ്പോഴും കണ്ടിൽ നിന്ന് അടിക്കുകയാണ് പുന്നാര ആങ്ങള. ഒരുപക്ഷെ തന്റെ കഷ്ടപ്പാടിൽ നിന്ന് പെങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാകും ഇന്നിപ്പോൾ ഇത്രയും കാലം ഇല്ലാതിരുന്ന അളിയൻ സ്നേഹവും പൊക്കിക്കൊണ്ട് ബന്ധം കൂടാൻ പെങ്ങളെയും കൂട്ടി ഇറങ്ങിയത് പോലും. വല്ലാത്തൊരു പുച്ഛത്തിൽ കാവി ചിരിച്ചു. അതൊക്കെ അളിയൻ അങ്ങ് ക്ഷമിക്കണം. അന്നത്തെ പൊട്ടബുദ്ധിക്ക് ചേച്ചിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് ഞാൻ അളിയന് ഉറപ്പു തരാം. ഒന്നുമില്ലെങ്കിലും ഏട്ടന്റെ ഭാര്യയല്ലേ, നമ്മുടെ ആമ്പൽമോളുടെ അഞ്ജുവിന്റെ അമ്മയല്ലേ. അശോകനെ സമാധാനിപ്പിക്കാനായി മഹേഷ് വെളുത്ത ചിരിയോടെ പറഞ്ഞു. ഇതൊന്നും ഞാൻ അംഗീകരിക്കാതിരിക്കുന്നില്ല മഹേഷേ. പക്ഷെ എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നിന്റെ പെങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ക്ഷമിച്ച് ഞാൻ ഇവളോടൊപ്പം ജീവിച്ചത് ഈ പറഞ്ഞ പോലെ ഞാൻ അവളുടെ ഭർത്താവായതുകൊണ്ട് മാത്രമാണ്. പക്ഷെ ഒന്നും വയ്യാത്തൊരവസ്ഥയിൽ അവൾ എന്നെ ഇട്ടിട്ട് പോയപ്പോൾ ആ ബന്ധം അവിടെ തീർന്നു. അങ്ങനെ ബന്ധം തീർന്നു എന്ന് അശോകേട്ടൻ മാത്രം പറഞ്ഞാൽ മതിയോ? നാത്തൂന്റെ ചുണ്ടിലെ പുച്ഛം കണ്ടവൾ അശോകന് നേരെ ചാടിത്തുള്ളി. തൽക്കാലം ഇപ്പോൾ ഞാൻ മാത്രം പറഞ്ഞാൽ മതി. ബാക്കി നിയമത്തിന്റെ മാർഗം ഞാൻ വേറെ സ്വീകരിച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്റെ ഡൈവോഴ്സ് നോട്ടീസ് നിനക്ക് കിട്ടും. അപ്പോ എല്ലാരോടും നിറയെ ഇഷ്ടം. അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് വേഗം കാണാട്ടോ. അപ്പൊ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നന്ദി.